മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരായിരുന്നു. ഉപ്പ എന്ന ഒരു പരിഗണന ഞങ്ങൾ നൽകിയിട്ടില്ല, ഉമ്മ എന്ന പരിഗണന ഞങ്ങൾ നൽകിയിട്ടില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കഥകളെന്ന് പറയുമ്പോ ജനിച്ചു വീണ പെൺകുഞ്ഞിന് ജീവിക്കാൻ പോലും അവസരം നൽകാതെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഞങ്ങളോടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇമ്ലാഖ്. ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളെ കുഴിച്ചു മൂടല്ലേ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുഴിച്ചു മൂടല്ലേ. പെൺമക്കളെ ദാരിദ്ര്യം ഭയന്നിട്ടോ ഏതൊരു കാരണവശാലും പെൺമക്കളെ നിങ്ങളെ കുഴിച്ചു മൂടല്ല. മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ അന വഹുവ ഫിൽ ജന്നതി ഹാകദാ. നിങ്ങൾക്ക് ജനിച്ചു വീണ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുന്നതിന് പകരം അവൾക്ക് ഭക്ഷണം നൽകി, അവൾക്ക് അഭയം നൽകി, അവൾക്ക് വസ്ത്രം നൽകി. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം. നജാശി രാജാവേ, പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ മുഖമാകെ കറുത്തു പോകുമായിരുന്നു ഞങ്ങളുടേത്. ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് പെണ്ണാണോ ആണാണോ എന്നാണ്. പെണ്ണാണെന്നറിഞ്ഞാൽ ദേഷ്യം കൊണ്ട് ഞങ്ങളുടെ മുഖം കറുക്കുമായിരുന്നു. ഈ പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞത് കൊണ്ട് നാണം കൊണ്ട് തല താഴ്ത്തിയിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. ആ ഒരു സമൂഹത്തോടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ, രണ്ട് പെൺകുട്ടിയുണ്ടായാൽ, മൂന്ന് പെൺകുട്ടിയുണ്ടായാൽ അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് അഭയം നൽകി, അവരെ വിവാഹപ്രായമെത്തുന്നത് വരെ വളർത്തി അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ ഞാനും അവരും സ്വർഗത്തിൽ ഇത്രത്തോളം അടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോഴാണ് പെൺമക്കളെ ജീവനോടെ 20 പെൺമക്കളെയൊക്കെ ജീവനോടെ കഴിച്ചു മൂടിയിരുന്ന ആളുകൾ എനിക്കും വേണം ഒരു പെൺകുഞ്ഞ്, എനിക്കും വേണം ഒരു പെൺകുഞ്ഞ് എന്ന് ദാഹിച്ചത്. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ആലോചിക്കണ്ടേ? സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലില്ല എന്ന് പറയുന്നവർ, സ്ത്രീകൾക്കെതിരെ ഇസ്ലാമിന്റെ മുത്തലാഖും മറ്റുള്ള പ്രശ്നങ്ങള് സ്ത്രീകളെ ഒരു മൂലയിൽ ഇരുത്താനാണെന്ന് പറയുന്നവരെ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറയുന്നവരെ പഠിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഒരുപാട് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൈകളിൽ വെക്കുന്നവരല്ല. പിന്നെ ആരാണ് ഏറ്റവും നല്ലവർ? നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാ. ഇതല്ലേ ദീൻ പഠിപ്പിച്ചത്? ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇതാണോ പെണ്ണുങ്ങളോട് പരിശുദ്ധ ഇസ്ലാം ചെയ്ത തെറ്റ്? ഭർത്താക്കന്മാരെ നിങ്ങളിൽ ഏറ്റവും നല്ലവർ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ്. ഭാര്യമാർക്ക് വിഷമം ഉണ്ടാക്കാത്ത ആളുകളാണ്. ഭാര്യമാരെ സ്നേഹിക്കുന്നവരും അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ അതുപോലെ ജീവിച്ചതാണോ മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ്? അനന്തരാവകാശമില്ലാതെ ആൺകുട്ടികൾക്ക് മാത്രം അനന്തരാവകാശം നൽകിയിരുന്ന ഒരു കാലത്ത് പെൺകുട്ടികൾക്കും അനന്തരാവകാശം വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണോ നിങ്ങൾ ചെയ്ത തെറ്റ്? ഇതിന്റെ പേരിലാണോ മക്കയിൽ നിന്ന് ഹബശീനയിലേക്ക് നിങ്ങൾ നാടുകടത്തിയത്? കുടുംബബന്ധം വിച്ഛേദിച്ചിരുന്ന ഞങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കുടുംബബന്ധം പുലർത്തിയാൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്ന്. കുടുംബബന്ധം പുലർത്തിയാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമെന്ന്. ഇത് പറഞ്ഞതാണോ തെറ്റ്? കുടുംബബന്ധം പുലർത്തിയാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമെന്നും നിങ്ങളുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്നും പഠിപ്പിച്ചു. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരെ അല്ലാഹു വെറുക്കുമെന്നും പഠിപ്പിച്ചു. ഇതാണോ തെറ്റ്? പിന്നെയോ അയൽവാസികളോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങള്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? അക്രിം ജാറക വലൗ കാന കാഫിറാ.
നിങ്ങളുടെ അയൽവാസി മുസ്ലിമാണെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ അയൽവാസി ഹിന്ദുവാണെങ്കിലും ശരി, നിങ്ങളുടെ അയൽവാസി ക്രിസ്ത്യനാണെങ്കിലും ശരി, നിങ്ങളുടെ അയൽവാസി ജൂതനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചു. അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇസ്ലാം വരുന്നത് വരെ ചെറിയൊരു പിറ്റു കേസിന്റെ പേരിൽ ഒരു ഒട്ടകം ഒരു പുല്ല് കളിച്ചതിന്റെ പേരിൽ ഒട്ടകം ഒരു തോട്ടത്തിലേക്ക് ഒട്ടകം ഒരു പാടത്തിലേക്ക് കയറിയതിന്റെ പേരിൽ 40 വർഷക്കാലം യുദ്ധം ചെയ്തിരുന്ന ഞങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോ അയൽവാസിയെ ബഹുമാനിക്കാൻ തുടങ്ങി. അയൽവാസി പട്ടിണി കിടക്കുമ്പോ അയൽവാസി വയറ് നിറയാതെ ഭക്ഷണം കഴിക്കാനില്ലാതെ വസ്ത്രം ധരിക്കാനില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ കഷ്ടങ്ങളുടെ പ്രാരാബ്ദങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരുപാട് തീച്ചൂളയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ വയറ് നിറഞ്ഞോ എന്ന് നോക്കാതെ നിങ്ങൾ വയറ് നിറച്ചാൽ നിങ്ങൾ മുസ്ലിമല്ല എന്ന് പറഞ്ഞതാണോ തെറ്റ്? എന്താ പറഞ്ഞത്? അയൽവാസി പട്ടിണി കിടന്നാൽ നിങ്ങൾ മുഅ്മിനല്ല. നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ളതൊരു അമുസ്ലിമാണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. അവന് ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണി കിടന്നു. നിങ്ങൾ വേറെ ഭക്ഷണം കഴിച്ചാൽ നിന്നെ കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. ഇത് ആരോടാണ് ഈ പറയുന്നത്? അയൽവാസികളെ ബഹുമാനിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അയൽവാസികളോട് യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹത്തോട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, അഖിരിമിൽ ജാറ, നിങ്ങൾ അയൽവാസികളെ ബഹുമാനിക്കണേ. ഭക്ഷണം കഴിക്കുമ്പോ അയൽവാസിയുടെ വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണേ. നിങ്ങൾ വീട് കെട്ടുമ്പോ അയൽവാസിക്ക് വീടുണ്ടോ എന്ന് നോക്കണേ. നിങ്ങൾക്ക് വെള്ളം കുടിക്കുമ്പോ അയൽവാസിക്ക് വെള്ളമുണ്ടോ എന്ന് നോക്കണേ. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് മഹാനായ നജ്ജാശി രാജാവിനോട് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിൽ കയ്യൂക്കുള്ളവൻ കാര്യസ്ഥനായിരുന്നു. സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ളവർ, രാഷ്ട്രീയ മേലാളന്മാർ, അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം. വലിയ വലിയ ഉന്നതമായ തറവാട്ടുകാർ, കുടുംബ മഹിമയുള്ളവർ, സാമ്പത്തിക സ്രോതസ്സുള്ളവർ, മുതലാളിമാർ, രാഷ്ട്രീയക്കാർ, അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം. ഇതായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് വരുന്നത് വരെ ഞങ്ങളുടെ അവസ്ഥ. ഹബീബ് വന്നപ്പോ പറഞ്ഞു, എല്ലാവരും സമന്മാരാ. മുതലാളിക്ക് തൊഴിലാളിയേക്കാൾ സ്ഥാനമില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ സ്ഥാനമില്ല, വെളുത്തവന് കറുത്തവനേക്കാളും സ്ഥാനമില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രജകളെക്കാളും സ്ഥാനമില്ല. സൽമാനും ബിലാലും ഒന്നിച്ചിരിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാകുന്നത്. കറുകറുത്ത ബിലാൽ, നിഗ്രോയായ ഒരു കാപ്പിരിയായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചപ്പോ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിയത്. കാപ്പിരികളെ, കറുകറുത്ത വർഗക്കാര് എന്തിന്റെ പേരിലാണ് ട്രംപിന്റെ ഭരണത്തിലേക്ക് വന്നത്? കറുത്ത വർഗക്കാരെ നാട്ടിൽ നിന്ന് വേറെ പിടികറിയുമെന്നുള്ള സുമോഹന വാഗ്ദാനം, വർഗവറയുടെ, വർണ്ണവറയുടെ, മത ജാതി വ്യത്യാസങ്ങളുടെ പേരിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറി വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കറുത്ത ബിലാലിനെയാണ്. കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ലോകം നോക്കിയിട്ടുണ്ട്, ലോകം അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. കറുത്ത വർഗക്കാർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല, അടിമകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥലത്താണ് ബിലാൽ തങ്ങളെ ഏറ്റവും പ്രതിഫലമുള്ള, എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും കൊതിക്കുന്ന ആ കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ചത്. ഇതാണോ തെറ്റ്? കറുത്തവന്റെയും വെളുത്തവന്റെയും ഇടയിൽ വ്യത്യാസമില്ല. ഉയർന്ന ജാതിക്കാരന്റെയും താഴ്ന്ന ജാതിക്കാരന്റെയും ഇടയിൽ വ്യത്യാസമില്ല. നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് എന്ന് പഠിപ്പിച്ചതാണോ തെറ്റ്? ഏറ്റവും നന്മ ചെയ്യുന്നവരാണ് ഏറ്റവും സ്ഥാനമുള്ളവരെന്ന് പഠിപ്പിച്ചതാണോ തെറ്റ്?
ഇതിന്റെ പേരിലാണോ രാജാവേ മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് ഹബശീനയിലേക്ക് നിങ്ങളെ നാടുകടത്തിയത്? ഇത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രൂരനായ തെമ്മാടികളായ ഞങ്ങളിലേക്കാണ് അല്ലാഹുവിന്റെ ഹബീബിനെ പറഞ്ഞേക്കുന്നത്. ഹബീബ് പറഞ്ഞു, നിങ്ങൾക്ക് ലൈംഗിക ശുദ്ധി വേണം, വ്യഭിചരിക്കരുത്. നിങ്ങളൊരു വാക്ക്, ഒരു കരാറേറ്റെടുത്താൽ ലംഘിക്കാൻ പാടില്ല. വാക്ക് പാലിക്കണം. സൂക്ഷിപ്പ് മുതൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണോ ഞങ്ങളെ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് നജ്ജാശി രാജാവ് മക്കയിൽ നിന്ന് വന്ന കിങ്കരന്മാരോട് പറഞ്ഞത്, ഇവരെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, ലോക പോലീസായി ചമയുന്നവർ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും. പക്ഷെ പഠിക്കൂല. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയാലും പറഞ്ഞാലുമാണ് അവർക്ക് സ്ഥാനം ലഭിക്കുക. നജാശി രാജാവ് പറഞ്ഞു, ഇങ്ങനെയുള്ളവരാണോ നിങ്ങൾ നാട്ടിൽ നിന്ന് നാടുകടത്തിയത്? ഇവരെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. വളരെ പ്രതീക്ഷയോടെ മുസ്ലിമീങ്ങളെ ഹബശീനയിൽ പോലും ജീവിക്കാൻ അനുവദിക്കാതെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് ആക്രമിക്കാൻ ശ്രമിച്ച ആ കിങ്കരന്മാർ നിരാശയോടെ നാട്ടിലേക്ക് മടങ്ങി. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ക്രൂരമായ മർദ്ദനങ്ങൾ, സ്വഹാബാക്കൾക്കെതിരെ ക്രൂരമായ മർദ്ദനങ്ങൾ. ഈ മർദ്ദനങ്ങളെല്ലാം 13 വർഷമാണ് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും അനുഭവിച്ചത്. 13 വർഷം. ഇവിടെ നമ്മൾ ആലോചിക്കണ്ടേ? നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പൊ നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതൊരു ദൈവമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അതിലെന്ത് കുഴപ്പമാണ്? 13 വർഷക്കാലം നിരന്തരമായി പീഡിപ്പിച്ചു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 വർഷക്കാലം പീഡിപ്പിച്ചതിന് ശേഷം അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലേക്ക് പോവാനുള്ള സമ്മതം നൽകി. ആ ഒരു സമ്മതം ലഭിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും വളരെ രഹസ്യമായി മദീനയിലേക്ക് നീങ്ങുകയാണ്. ആ സമയം പോലും അവർ വെറുതെ വിട്ടില്ല. മദീനയിലേക്ക് എത്തിയ മുസ്ലിമീങ്ങൾക്കിടയിലും ജൂതന്മാർക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിമീങ്ങളെയും മദീന നിവാസികളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഉപായങ്ങൾ കണ്ടെത്തിയവർ മദീനക്കാരായ മദീന നിവാസികളുടെ ആടുകൾ മോഷ്ടിച്ചിട്ട്, മദീന നിവാസികളുടെ കന്നുകാലികൾ മോഷ്ടിച്ചിട്ട് അവരവിടെ പ്രചരണം നടത്തി. മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങളാണ് ഈ നാൽക്കാലികൾ മോഷ്ടിച്ചതെന്ന്, മദീനയിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങളാണ് ഈ നാൽക്കാലികളെയും ആടുമാടുകളെയും മോഷ്ടിച്ചതെന്നുള്ളൊരു പ്രചരണം നടത്തി. എന്തിനെ? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക, ഭരിക്കുക. അങ്ങനൊരു മദീനക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് പ്രശ്നം അങ്ങനെയുണ്ടായി. പക്ഷെ വില്യം മൂർ എഴുതുന്നുണ്ട്, ലോകത്താദ്യമായി ബഹുസ്വരത എന്ന ഒരു ഭരണഘടന ഉണ്ടാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതേതരത്വം കാത്തു സൂക്ഷിച്ച് എല്ലാ മതങ്ങൾക്കും മദീനയിൽ ജീവിക്കാം. അത്ഭുതത്തോടെ വില്യം മൂർ പറയുന്നുണ്ട് തന്റെ ഗ്രന്ഥത്തില്, ആദ്യമായിട്ടൊരു ഭരണഘടന നിർമ്മിക്കുകയാണ്. ഇന്ത്യക്ക് 1900-ലൊക്കെ അല്ലേ ഭരണഘടന നിർമ്മിച്ചത്. പക്ഷെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി. മദീനയിൽ ഏത് മതക്കാർക്കും സ്വതന്ത്രമായി ജീവിക്കാം. ജൂതന്മാർക്ക് അവരുടെ ആരാധനകൾ ഉണ്ടാക്കാം, ജൂതന്മാർക്ക് അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാം, അവരുടെ ഇബാദത്ത് ആരാധനകൾ ചെയ്യാം, ക്രൈസ്തവർക്ക് അവരുടെ ആരാധനകൾ ചെയ്യാം, ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധനകൾ ചെയ്യാം. പക്ഷേ രാഷ്ട്രമെന്ന നിലക്ക് നമ്മളൊന്നും ഒന്നാണ്.
ഇന്ത്യ രാജ്യവും ഇന്ത്യ മഹാഭാരതവും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആരാധനകൾ നടത്താം, ഹൈന്ദവർക്ക് അവരുടെ ആരാധനകൾ നടത്താം, ക്രൈസ്തവർക്ക് അവരുടെ ആരാധനകൾ നടത്താം. ഏത് മതസ്ഥർക്കും അവരുടെ ആരാധനാ കർമ്മങ്ങൾ സ്വതന്ത്രമായി ധൈര്യമായി നടത്താനുള്ള അവകാശം നൽകുന്നതോടൊപ്പം ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനും ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മറ്റുള്ള മതസ്ഥരും ഒന്നിച്ചു നിന്ന് കെട്ടുറപ്പോടെ അവർക്കെതിരെ ശബ്ദിക്കാൻ, അതാണ് നമ്മുടെ ഭരണഘടന. അതാവണം നിലനിൽക്കേണ്ടതും. അല്ലാതെ മുസ്ലിമീങ്ങളും എല്ലാവരും ഒരു നിയമം അംഗീകരിക്കണമെന്ന് പറയുന്നത് ഭൂഷണമല്ല, അത് കുഴപ്പമുണ്ടാവാൻ ഇവിടെ സാധ്യതയുണ്ട്. ഇവിടെ ചർച്ച ചെയ്തതാണ് ആ വിഷയങ്ങൾ.